കോഴിക്കോടും കണ്ണൂരിലും വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന് പരാതി. കുന്നമംഗലത്ത് പായമ്പുറത്ത് ജാനകി അമ്മയ്ക്ക് പകരം കൊടശ്ശേരി ജാനകി അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് പരാതി. അമ്മ നമ്മൾ അവിടെ അവർ BLO വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നു അമ്മേൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ ആ ലിസ്റ്റിൽ BLOൻ്റെ ലിസ്റ്റിൽ വന്നപ്പോൾ അമ്മയുടെ പേരില്ല. നമ്മൾ സാധാരണ നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ ID കാർഡ് ഉണ്ടാവും, അതേമാതിരി അവർ ക്രമ നമ്പർ ഉണ്ടാവും. ഇത് തന്നെയാണോ എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. BLO എന്താണോ പറഞ്ഞത് അത് അവർ ഓഫീസർമാർ ചെവിക്കൊണ്ട് അത് അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ പരാതി ഉണ്ടായിട്ടും നമുക്ക് അവർ ചെയ്യാൻ കഴിഞ്ഞില്ല. വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം മാറിപ്പോയി നല്ല കേട്ടു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ആട് പോകാറ്റോ പോട്ടെ. അല്ല, ചെയ്യാൻ പാടുണ്ടെങ്കിലോ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരവസ്ഥ വന്നു പോയില്ലേ. ഇനിയിപ്പോൾ ചെയ്യണമെന്നുള്ള നിലയിലാണ് എൻ്റെ മനസ്സ് കിടക്കുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് വന്നത്. കണ്ണൂരിൽ K കമലാക്ഷിക്ക് പകരം V കമലാക്ഷി വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ക്രമക്കേടിലാണ് നടപടി. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദും കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സമീർ C മുഹമ്മദിലേക്ക്. സമീർ, കോഴിക്കോട് ഉയർന്ന പരാതി എന്താണ്? വേണു, കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിലെ പെരുവയൽ പഞ്ചായത്തിലാണെന്നാണ് ഇത്തരമൊരു പരാതി ഉയർന്നിരിക്കുന്നത്. 84-ാം ബൂത്തിലാണ് ഇത്തരമൊരു പരാതി ഉയർന്നിരിക്കുന്നത്. 2 ജാനകി അമ്മമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വീട്ടിൽ വോട്ട് എന്നുള്ള പദ്ധതി പ്രകാരം വോട്ട് ചെയ്യാൻ അവകാശപ്പെട്ട 2 പേർ, അതിൽ ഒരാളുടെ പേര് മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. അത് പായമ്പുറത്ത് ജാനകി അമ്മയാണ്, 91 വയസ്സുള്ള അവരാണ്. മറ്റൊരാൾക്ക് ഇത്തരത്തിൽ ജാനകി അമ്മ കൊടശ്ശേരി ജാനകി അമ്മയാണ്. ആ ജാനകി അമ്മയുടെ പേര് ഈ ലിസ്റ്റിലില്ല. പക്ഷേ ബോധപൂർവം ഈ ലിസ്റ്റിലുള്ള ജാനകി അമ്മയെ വെട്ടിമാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് BLO കൊടശ്ശേരി ജാനകി അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ആ പരാതിയാണ് ഉയരുന്നത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലേക്കും ഇപ്പോൾ LDF നേതൃത്വം കടന്നിരിക്കുകയാണ്. ഈ BLO ബോധപൂർവമാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും BLOക്ക് കൃത്യമായിട്ട് അറിയുന്ന പ്രദേശം കൂടിയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണയും ഇതുപോലെ ഓപ്പൺ വോട്ട് BLO ഈ പായമ്പുറത്ത് ജാനകിയമ്മ എന്ന് പറഞ്ഞ ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അഡ്രസ്സ് കാണുമ്പോൾ തന്നെ ജാനകിയമ്മ ഏതാണെന്ന് തിരിച്ചറിയാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ ഇവിടുത്തെ BLO. പക്ഷേ BLOന്റെ കൃത്യമായ കോൺഗ്രസ് രാഷ്ട്രീയം പലപ്പോഴായിട്ട് ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ നമ്മൾ വോട്ട് കൂട്ടിച്ചേർക്കുന്നത് മുതൽ പല രൂപത്തിലും ഞങ്ങളെ പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് അവർ പോവാറുണ്ട്. ഇന്നലെ കൊടശ്ശേരി ജാനകിയമ്മേന്റെ അടുത്ത് പോയിട്ടാണ് പായമ്പുറത്ത് ജാനകിയമ്മ എന്ന 91 വയസ്സുള്ള ഈ പദ്ധതി പ്രകാരം വോട്ട് ചെയ്യേണ്ട അവർക്ക് പകരം കൊടശ്ശേരി ജാനകിയമ്മ എന്ന 80 വയസ്സുള്ള വോട്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ LDF എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കും ഇന്ന് പരാതി കൊടുക്കും. മാത്രമല്ല, ഈ BLA അവരോട് ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്, ഒന്ന് പരിശോധിക്കാൻ ഒരു വോട്ടർ ലിസ്റ്റ് പോലും ഈ സംഘത്തിന് കഴിയില്ല. ഉദ്യോഗസ്ഥ സംഘത്തിന് കയ്യിൽ വോട്ടർ ലിസ്റ്റ് പോലും പരിശോധിക്കാനില്ല. ഇതിൽ കൃത്യമായ ലംഘനമാണ് ഇവർ നടത്തിയത്. അതുകൊണ്ട് LDF നിലയ്ക്ക് ഞങ്ങൾ പരാതി കൊടുക്കും. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വേണു, ബോധപൂർവം BLO വീഴ്ച വരുത്തി എന്നാണ് LDF ആരോപിക്കുന്നത്. ഈ പായമ്പുറത്ത് ജാനകിയമ്മയുടെ പേരും അതുപോലെ തന്നെ പ്രായവും അവരുടെ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തി തന്നെയാണ് BLO എന്നും BLOക്ക് ഈ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു അട്ടിമറി ശ്രമം നടത്തിയിട്ടുള്ളത് എന്നുമാണ് LDF ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിയമ നടപടി സ്വീകരിക്കാൻ LDF തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് തന്നെ പരാതി നൽകും എന്നാണ് ഇടത് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശരി, സജോ ദേവസ്യം കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, കണ്ണൂരിൽ പരാതി ഉയർന്ന സാഹചര്യം എന്താണ്? കൂടാതെ ഇപ്പോൾ ഈ കണ്ണൂർ കോഴിക്കോട് സംഭവങ്ങൾ ഈ കല്യാശ്ശേരിയിൽ പ്രതിരോധത്തിലായ CPMന് ഒരു അനുകൂല സാഹചര്യമായോ? കല്യാശ്ശേരി സംഭവം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് വ്യാപകമായ പരാതി LDF നൽകിയത്. ഈ കാര്യത്തിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ 70-ാം നമ്പർ ബൂത്തിൽ വീട്ടിലെത്തിയുള്ള വോട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് K കമലാക്ഷി എന്ന 86 വയസ്സുകാരിയാണ്. പക്ഷേ BLO അതിന് പകരം വോട്ട് രേഖപ്പെടുത്താൻ അനുവദിച്ചത് മറ്റൊരാളെയാണ്, V കമലാക്ഷി എന്നയാളെയാണ് എന്നതായിരുന്നു LDFന്റെ പരാതിയും ആരോപണവും. അങ്ങനെ തന്നെയാണ് മറ്റൊരാളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നത് ഇപ്പോൾ ജില്ലാ ഭരണാധികാരിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് BLOയ്ക്ക് ആരാണ് വോട്ടർ എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു വോട്ടറെ യഥാർത്ഥ വോട്ടർ എന്ന വ്യാജേന വോട്ട് ചെയ്യാൻ അനുവദിച്ചു. BLO കോൺഗ്രസ് അനുഭാവിയാണ്. കൃത്യമായ അട്ടിമറിയും ആൾമാറാട്ടവും ഇക്കാര്യത്തിൽ നടന്നു. ഇതിന് എല്ലാം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതാണ്. കൃത്യമായ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റൊരാളാണ് എന്ന് വ്യക്തമാകും എന്ന് LDF പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയും വസ്തുതയുണ്ട് പ്രാഥമികമായി എന്നാണ് ജില്ലാ ഭരണാധികാരിയുടെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്.
ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണാധികാരി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇതിനകത്ത് വലിയ ക്രിമിനൽ ശരി, വീട്ടുവോട്ടിൽ ക്രമക്കേടെന്ന് കണ്ണൂരും കോഴിക്കോടും പരാതി. വിശദാംശങ്ങളാണ് സജോ ദേവസ്യയും സമീർ സി മുഹമ്മദും നൽകിയത്.